ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗൈസ്, ഇന്ന് ഞാൻ സ്കൂളിൽ ഇട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അമ്മേൻ്റെ മസാല കപ്പയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ഇതാണ് എൻ്റെ ചെറിയൊരു ഗാർഡൻ പോലെയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ഇന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, രാവിലത്തെ കടല കുറച്ചുണ്ട്. അപ്പോൾ വൈകുന്നേരം എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് കടലയുണ്ട്, കപ്പയുണ്ട്. എന്നാൽ മസാല കപ്പ ഉണ്ടാക്കാമെന്ന് വെച്ചു. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. കപ്പയും കടലയും കൂടി നമുക്ക് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. അപ്പോൾ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. 1 വിസിലും കൂടി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് കപ്പ ഉണ്ടാക്കാം. മസാല കപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾ എത്ര പേര് മസാല കപ്പ കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കപ്പയും കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടപ്പ് വെക്കാം. രാവിലത്തെ കടലക്കറിയാണ്. ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഉള്ളി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവിച്ച് വെച്ചേക്കണ കപ്പ ഇട്ട് കൊടുക്കാം. കപ്പയും കടലയും ഉള്ളപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ ഉണ്ടാക്കി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്.